الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فيا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയത്തും കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനെ മാത്രം കീഴ്പ്പെട്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാമൊക്കെ ജീവിക്കുന്ന കാലമത്രയും പടച്ചവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൈനംദിന ജീവിതത്തിലെ പടച്ചവനുമായിട്ടുള്ള ആത്മബന്ധം നിരന്തരം പരിശോധിക്കുകയും വേണ്ട മാറ്റങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, മനുഷ്യ ജീവിതത്തിൽ മനുഷ്യരുടെ ജീവിത ലക്ഷ്യവും ജീവിക്കാനുണ്ടാകുന്ന ആഗ്രഹവും മനസ്സിൽ രൂപപ്പെടുന്നത് ജീവിതത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും മുന്നിൽ കണ്ടിട്ടാണ്. ഏതൊരു മനുഷ്യനും, അത് സമ്പത്തുള്ളവനാവട്ടെ സമ്പത്തില്ലാത്തവനാവട്ടെ, ആരോഗ്യമുള്ളവനാവട്ടെ ഇല്ലാത്തവനാകട്ടെ, ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരും ഏറ്റവും പച്ചയായ മനുഷ്യ ജീവിതം അനുഭവിക്കുന്ന, കൊടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാരനായാലും അവൻ അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും തന്നെയാണ്. ഒരു പക്ഷേ മനുഷ്യ ജീവിതം തന്നെ അതിനാണ് എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം മനുഷ്യൻ സമ്പാദിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തമായി നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്പത്തിലൂടെ സന്തോഷം ഉണ്ടാവണം, നല്ല വരുമാനം ഉണ്ടാകണം, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിൽ സമ്പാദ്യത്തിലൂടെ എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് പോലെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം,
എനിക്ക് നന്നായിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാനുള്ള നല്ല ഭവനം, എൻ്റെ ജീവിതത്തിന് ശേഷം എൻ്റെ മക്കളുടെ തലമുറയിൽ ജീവിക്കാൻ, സ്വസ്ഥമായി ജീവിക്കാൻ, പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക സ്രോതസ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഇങ്ങനെ ഓരോ മനുഷ്യ ജീവനും വ്യത്യസ്ത രീതിയിൽ അവനുണ്ടാക്കുന്ന ഭൗതികപരമായ ഒരു സ്കെയിലുണ്ട്. സന്തോഷം കണ്ടെത്താനും സമാധാനം കണ്ടെത്താനും സ്വസ്ഥമായി ജീവിക്കാനും. അത് 50 കൊല്ലാണെങ്കിൽ 60 കൊല്ലാണെങ്കിൽ 70 വർഷമാണെങ്കിൽ ആ ജീവിക്കുന്ന കാലയളവിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വ്യത്യസ്ത കോണിൽ, വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത സ്വഭാവത്തിൽ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചില ആളുകളുടെ സന്തോഷം എന്ന് പറയുന്നത് 3 നേരം കൃത്യമായി ഭക്ഷണം കഴിച്ചാൽ അയാൾ സന്തുഷ്ടവാനാണ്. മറ്റു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവും പകലും മറന്നുകൊണ്ട് അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് നാട്ടിൽ ഒരു വീട് വെക്കാനാണ്, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും സുഖമായി സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാനാണ്. വേറെ ചില ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശേഷമുള്ള ഒരു തലമുറക്ക് വേണ്ട രീതിയിലുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഇങ്ങനെ ഏത് രീതിയിലും ഭൗതികപരമായ ആവശ്യങ്ങളെ നിറവേറ്റാൻ മനുഷ്യരെല്ലാവരും ഓടുന്നത് ഒരേ ഒരു ഫോക്കസാണ്, സന്തോഷവും സമാധാനവും സ്വസ്ഥതയും. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഭൗതികപരമായി ഇപ്പറഞ്ഞ ഏതൊരു സ്കെയില് വെച്ചിട്ടും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ, ഒരു പ്രദേശം ഉണ്ടെങ്കിൽ, അത് ഫലസ്തീനും ഗസയുമാണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ മനുഷ്യ ജീവിതത്തിന് സുഖം കണ്ടെത്താൻ സാധിക്കുന്ന, മനുഷ്യ ജീവിതത്തിന് സന്തോഷവും സ്വസ്ഥതയും കണ്ടെത്താൻ സാധിക്കുന്ന ഭൗതികപരമായി നമ്മൾ തന്നെ മാറ്റിവെച്ച മാനദണ്ഡങ്ങൾ, നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും ഒരു സ്കെയിലിലും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സമൂഹമുണ്ടെങ്കിൽ അത് ഗസയിലെ സമൂഹമാണ്. നമ്മൾ കുറച്ച് നാളുകളായി, കഴിഞ്ഞ 658 ദിവസമായി ഗസ എന്ന് പറയുന്ന ഫലസ്തീനിലെ ഒരു ഭൂപ്രദേശം, അവിടെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ, അതിലേറെ വേദനാജനകമായ, എന്നെയും നിങ്ങളെയും വളരെയധികം മാനസികപരമായി പിരിമുറുക്കുകൾ ഉണ്ടാക്കിയ, മാനസികപരമായി വിഷമത്തിലാഴ്ത്തിയ, കണ്ണുകൾ നിറയിച്ച കാഴ്ചകളും വാർത്തകളും നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്ന്, എന്താണ് യഥാർത്ഥത്തിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗസ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? ലോകരാജ്യങ്ങൾ എല്ലാവരും ഒന്നിച്ചു തന്നുകൊണ്ട് വെറും 40 കിലോമീറ്റർ മാത്രം വീതിയും 40 കിലോമീറ്റർ നീളവും 20 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഭൂപ്രദേശത്തെ ലോകത്തെ സൂപ്പർ പവർ എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ട്, വെപ്പൺസിന്റെ തലവന്മാർ എന്ന് അവകാശപ്പെടുന്ന രാജ്യത്തിന്റെ സൂപ്പർ പവറായിട്ട് എപ്പോഴും രാജാക്കന്മാരെ ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 658 ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മാസം കൂടി കഴിഞ്ഞാൽ 2 വർഷത്തിലധികമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ 2023 ഒക്ടോബർ 7 തുടങ്ങിയ സംഭവം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്, രാവിലെ നേരം വെളുക്കുന്നത്, രാത്രി ഉറങ്ങുന്നതൊക്കെ മിസൈലിന്റെ ശബ്ദങ്ങൾക്ക് സാക്ഷികളായിട്ടാണ്. സ്വന്തം കുടുംബാംഗങ്ങളും സ്വന്തം ചോരക്കിടാങ്ങളൊക്കെ രാവിലെ ആകുമ്പോൾ ശുഹദാക്കളാകുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന വീട് നഷ്ടപ്പെടുന്നുണ്ട്. മക്കള് പോയിക്കൊണ്ടിരിക്കുന്ന സ്കൂളുകൾ ഇല്ലാതാകുന്നുണ്ട്. ശാരീരികപരമായിട്ട് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആ ഹോസ്പിറ്റൽ അടക്കം ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് നോക്കിയാലും കത്തിക്കരിഞ്ഞ ഒരു സാമൂഹിക അന്തരീക്ഷം കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ കണ്ടു വളരുന്ന ഒരു തലമുറയാണ് പ്രിയപ്പെട്ടവരെ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് നിരന്തരമായി മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, നിരന്തരമായി ഇസ്രായേലിന്റെ സൈന്യങ്ങൾ അവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നു. ആ തമ്പടിച്ച ഓരോ ദിവസവും, ഇപ്പൊ അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് 12 മിനിറ്റിൽ 1 പേർ എന്ന അർത്ഥത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഒക്ടോബർ 7 മുതൽ ആ സമയത്തുള്ള 2-3 മാസങ്ങൾ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഗസ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ
വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറിയിരുന്നു കുറച്ച് നാൾ മുമ്പ്. പക്ഷെ കാലക്രമേണ നിരന്തരമായി കേൾക്കുന്ന ഒരു സംഭവമായതുകൊണ്ട്, നിരന്തരമായി കാണുന്ന കാഴ്ചകളായതുകൊണ്ട്, നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളായതുകൊണ്ട് നമ്മൾ ഏതോ അർത്ഥത്തിൽ അത്തരം കൊടും ഭീകരതകളെ പോലും നമ്മൾ നോർമലൈസ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തന്നെ പ്രയാസമില്ലാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് ചെറുതായി പോയി എന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷെ പ്രിയപ്പെട്ടവര്, അങ്ങനെ വിലയിരുത്തി സ്വന്തം ജീവിതത്തിന്റെ സന്തോഷവും സ്വസ്ഥതയും സമാധാനവും മാത്രം കണ്ടെത്തി ജീവിക്കുന്നവരെ കുറിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവര് മനുഷ്യരല്ല എന്നാണ്. മുസ്ലിങ്ങളല്ല എന്നല്ല, മനുഷ്യരല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചൊരു സമൂഹമാണ്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. മൃഗങ്ങളെ പോലെയാണ് എന്ന് പറയുന്നതിൽ പരിഹസിക്കുന്നതിന്റെ ഒരു പരിധി വരെ നമുക്ക് സഹിക്കാവുന്നതാണ്. പക്ഷെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവർ എന്നൊക്കെ ഒരു സമൂഹത്തെ കുറിച്ച് പറയണമെങ്കിൽ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ മൈൻഡ് ചെയ്യാതെ എന്റെ മുന്നിൽ ഒരാൾ ക്രൂരമായി കൊല്ലപ്പെടുന്ന സമയത്ത് ഞാനും എന്റെ കുടുംബവും സുരക്ഷിതരാണ് എന്ന് സ്വയം വിചാരിച്ച് ഞാൻ എന്റെ സമ്പത്ത് കൊണ്ടുണ്ടാക്കി എന്റെ പാർപ്പിടത്തിൽ സുഖമായി കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ പരിശുദ്ധ ഖുർആൻ മനുഷ്യനാണ് എന്ന് പോലും വിശേഷിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളായി ഗസയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം രാത്രി കടന്നുറങ്ങാൻ പറ്റാത്ത അത്രയും പ്രയാസമാണ്. വിശന്നുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശപ്പിന്റെ കാഠിന്യം സഹിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ തന്നെ സൈന്യങ്ങൾ വിതരണം ചെയ്യുന്ന ഭക്ഷണങ്ങൾ, ആ ഭക്ഷണ കിറ്റുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വെടിവെച്ചിട്ട് 115 പേരാണ് മരിച്ചത്. 115 പേര് പട്ടിണി കൊണ്ട് മരിച്ചവരല്ല, മറിച്ച് പട്ടിണി സഹിക്കാൻ പറ്റാതെ ഗസയുടെ സാധാരണഗതിയിൽ ആളുകളൊക്കെ താമസിക്കുന്ന പ്രദേശത്ത് നിന്നും 4-5 കിലോമീറ്റർ മാറി ഇസ്രായേലിന്റെ ഗസ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗസയില് ഭക്ഷണ വിതരണം ചെയ്യേണ്ട ഇസ്രായേൽ സൈന്യം 4-5 കിലോമീറ്റർ മാറി തമ്പടിക്കുകയും അവിടുന്ന് ഭക്ഷണം വിതരുകയും ചെയ്യാണ്. എന്നിട്ടോ ഈ പാവങ്ങളായ ആളുകൾ, ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ 4-5 കിലോമീറ്റർ ഭക്ഷണപാത്രവുമായി വന്ന് ഇവിടെ ക്യൂ നിൽക്കുമ്പം ക്യൂ തെറ്റിച്ചതിന്റെ പേരിൽ വെടിവെച്ചു കൊന്നിട്ടുണ്ട്. ഭക്ഷണം വേണ്ടുന്നത് പോലെ വാങ്ങുന്നതിനിടയിൽ തള്ളുണ്ടായതിന്റെ പേരിൽ വെടിവെച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനെ 115 പേരെ കൊന്നതിൽ 80 കുട്ടികളാണ്. 80 കുട്ടികളാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ടാവും. എല്ലു പുറത്ത് കാണുന്ന രീതിയിൽ അവിടുത്തെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ. ലോക ചരിത്രത്തിൽ തന്നെ പട്ടിണിയും ദാഹവും വെപ്പണാക്കിയ ഒരു സമൂഹം ഉണ്ടെങ്കിൽ, ഒരു സൈന്യം ഉണ്ടെങ്കിൽ, അത് ഈ പറയുന്ന സൂപ്പർ പവർ എന്ന് പറയുന്ന ഇസ്രായേൽ സൈന്യം തന്നെയാണ്. അത്രമാത്രം ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ, മൃഗീയമായ രീതിയിൽ കഴിഞ്ഞ 75 വർഷവും ഈ പറയുന്ന 658 ദിവസവുമായി പ്രിയപ്പെട്ടവരെ ഒരു സമൂഹത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. കഴിഞ്ഞ മാസം ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഖത്തറിലുള്ള ഖത്തറിന്റെ ആകാശത്തിലൂടെ പറന്ന ഒരു മിസൈല് കണ്ടിട്ട് നമ്മളൊക്കെ പേടിച്ചു. നമ്മളൊക്കെ ഭയങ്കര ആവലാതിയായി. എന്തുകൊണ്ടാ? ആ ഖത്തർ എന്ന് പറയുന്ന ഭൂമിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ന്യൂസ് വന്ന ഉടനെ വിളിച്ചു ചോദിച്ച് എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തുകൊണ്ടാ? നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്ക് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത്, നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത്, എന്റെ വീട്ടിനകത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത്, വ്യക്തിപരമായി എന്നെ ബാധിക്കുന്നുണ്ടോ എന്ന് നോക്കി മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മുടെ ഈമാനുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. അതേസമയം ഈമാനുമായി ബന്ധമുള്ളത് എന്താണ്? അൽ മുഅ്മിൻ അഖുൽ മുഅ്മിൻ. അവിടെ ഫലസ്തീനിലെ ഒരു കുഞ്ഞ് ദാഹിച്ചു മരിക്കുന്നുണ്ടെങ്കിൽ എന്റെ രക്തത്തിലൂടെ, എന്റെ ഭാര്യയുടെ രക്തത്തിലൂടെ ഉണ്ടായ കുഞ്ഞു മരിക്കുന്നതിന്റെ വേദന ഒരു മുഅ്മിനിന് ഉണ്ടാവണം. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ ശരീരത്തിന്റെ ഒരു അവയവം പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേവലം ബാംഗ്ലൂരിൽ താമസിക്കുന്ന, കേരളത്തിൽ താമസിക്കുന്ന അയൽവാസികളായ, സുഹൃത്തുക്കളായ, പാർട്ട്നേഴ്സായ, കാലം കുറയായിട്ട് സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ചിട്ടല്ല സൗഹൃദം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ എന്താ പറയാ, പരിചയമുള്ളവരോട് മാത്രം കാണിക്കുന്ന വലിയ ഒരു കരുണയെ കുറിച്ചിട്ട് വല്ല അൽ മുഅ്മിനു അഖുൽ മുഅ്മിൻ എന്ന് പറയുന്നത്. മറിച്ച് വിശ്വാസത്തിന്റെ പേരിൽ വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്ത്
വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം കാലാകാലമായി ഈ സമൂഹം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, തടവറകളിൽ കഴിഞ്ഞുകൊണ്ടേയിരിക്കും, മിസൈലുകൾക്കും വെടിയുണ്ടകൾക്കും സാക്ഷികളായിക്കൊണ്ടേയിരിക്കും. ചരിത്രത്തിന്റെയും കാലഘട്ടത്തിന്റെയും മാറ്റത്തിനനുസരിച്ച് കൊണ്ട് വെപ്പൺസിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ടാർഗറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആ അർത്ഥത്തിൽ ഗസയിലെ ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ ഗസയിലെ പ്രദേശവാസികൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഭവത്തിന്റെയും പിന്നിൽ എന്താ? ഇസ്രായേൽ തന്നെ പുറത്തു വിട്ടല്ലോ. 3 കാരണങ്ങളാണ് ഗസയെ ഒരു വൺ സൈഡ് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് 3 കാരണങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ ഇസ്രായേൽ സൈന്യത്തെ, ബന്ദികളായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ മോചിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തേത്, ഗസ എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ ഒരു ഡെസേർട്ട് ഐലൻഡ് ആക്കി മാറ്റുക, ആൾതാമസമില്ലാത്ത തരിശുഭൂമിയാക്കി മാറ്റുക. മൂന്നാമത്തെ ലക്ഷ്യം, ഭാവിയിൽ വരാനിരിക്കുന്ന ഹമാസിന്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിന്റെ ഭാഗത്തു നിന്നും ഗസയുടെ ഭാഗത്തു നിന്നും ഭാവിയിൽ വരാനിരിക്കുന്ന ത്രെഡ്സുകളെ ഇപ്പൊ തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് വഴി ക്ലോസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട ഗസ ആക്രമണത്തിന്റെ 3 ലക്ഷ്യങ്ങൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ടാർഗറ്റ് ചെയ്യുന്നത് സൂപ്പർ പവറുള്ള ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും രാജാക്കന്മാരായ, എല്ലാ അർത്ഥത്തിലും തലപ്പത്തിരിക്കുന്ന, അമേരിക്കയുടെ മുഴുവൻ സപ്പോർട്ടുമുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന എല്ലാ വെപ്പൺസിന്റെയും മുതലാളികളായ, എല്ലാ ആധിപത്യത്തിന്റെയും മുതലാളികളായ, ഭൗതികപരമായ ഏതൊക്കെ അർത്ഥത്തിൽ രാജാവിനെയും രാജഭരണത്തെയും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ ആ അർത്ഥത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സമൂഹം ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? ഒരു നാട് 40 കിലോമീറ്ററും 20 കിലോമീറ്ററും മാത്രം വീതിയും നീളവുമുള്ള ഒരു നാട്ടിലൊരു സംഘടനയോടാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സമൂഹം ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയൊരു സമൂഹത്തോടാണ്. ആ സമൂഹത്തോട് കാണിക്കുന്ന 3 ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞ 658 ദിവസമായിട്ട് ഇവരിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് ഈ 3-ൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതൊന്നും സാധിച്ചിട്ടുമില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ആകെ സാധിച്ചത് 60,000 ആളുകളെ കൊല്ലാൻ സാധിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്. ചരിത്രത്തിലെവിടെയും ഭീകരാക്രമങ്ങൾ നടക്കുന്നത് ആൾക്കൂട്ടങ്ങളുടെ കൗണ്ട് വർദ്ധിപ്പിക്കാനല്ല. ആൾക്കൂട്ടങ്ങളെ കൊലപാതകം ചെയ്യുന്നത് ഒരിക്കലും അവരുടെ ടാർഗറ്റും അല്ല. ഇസ്രായേലിന്റെ ടാർഗറ്റ് പഠിച്ചാൽ, അല്ലെങ്കിൽ അന്നത്തെ ഹിറ്റ്ലറിന്റെ ടാർഗറ്റ് പഠിച്ചാൽ, ഫറോവയുടെ ടാർഗറ്റ് പഠിച്ചാൽ, ഇതൊന്നും ആൾക്കൂട്ടങ്ങളെ കൊല്ലുക എന്നുള്ളത് ആരുടെയും കണക്കിൽപ്പെട്ടതല്ല. മറിച്ച് ലക്ഷ്യമൊന്നുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്താനുള്ള മാർഗമായിട്ട് മാത്രമേ മനുഷ്യരുടെ കൂട്ടക്കൊലയെ ചരിത്രത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെയും ഈ 60,000 ആളുകളെ കൊല്ലുക എന്നുള്ളത് ഒരിക്കലും വിജയത്തിന്റെയോ അല്ലെങ്കിൽ വിജയങ്ങൾ കരസ്ഥമാക്കാനുള്ള അടയാളമായിട്ടോ ഇസ്രായേൽ സ്വന്തമായിട്ട് പോലും അവകാശപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് 3 ലക്ഷ്യമാണ്. പക്ഷെ ആ 3 ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ സൂപ്പർ ഹീറോസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് 658 ദിവസമായി അതിൽ ഒന്നുപോലും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ കരുത്തിനെ കുറിച്ച് ഗസ എന്ന് പറയുന്ന ചെറിയ ഭൂമി ലോകത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളോടും, അത് മൗനമായിരിക്കുന്ന ലോകത്തിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളോട് അടക്കം പറയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാ വസുൽസിലു ഹത്താ യഖൂല الرسول والذين آمنوا معه മത്താ നസ്റുല്ലാഹ്. ഇസ്രായേലിലെ കുഞ്ഞുങ്ങൾ ലോകത്തിലെ രാഷ്ട്രങ്ങളോട്, മൗനമായിരിക്കുന്ന ആളുകളോട് പറയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു ഭീകരാക്രമണം നടക്കുമ്പോൾ, ഉമ്മത്ത് മൊത്തമായിട്ടൊരു വേദന അനുഭവിക്കുമ്പോൾ, ഉമ്മത്ത് മൊത്തമായിട്ട് ഈമാനിന്റെ പേരിൽ പ്രയാസവും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതൊന്നും ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. മറിച്ച് റസൂല്, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രബോധന കാലഘട്ടത്തിന്റെ ആദ്യ സമയത്ത് യാസറും സുമയും മാത്രം വന്നൊരു സമയമുണ്ടല്ലോ, യാസറും സുമയും ശുഹദാക്കളായ സമയമുണ്ടല്ലോ, അമ്മാർ ബിൻ യാസറിന്റെ ഒരു സമയമുണ്ടല്ലോ, ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, റസൂലിന് വഹി നിറച്ചുപോയ സമയത്ത് അള്ളാഹു പറഞ്ഞല്ലോ, റസൂലെ, ഇന്നത്തെ ഈ ദിനത്തിലെ രാപ്പകലുകളിലെ നിന്റെ വേദനയും വിഷമവും പ്രയാസവും സങ്കടവും കണ്ടിട്ട് നീ വേദനയോടുകൂടി അള്ളാന്റെ മുന്നിൽ വരാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല, നിസ്സഹായനാകാൻ പാടില്ല. മറിച്ച് വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ഇന്നിനേക്കാൾ നല്ലതാണ് നിന്റെ നാളെ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ കൊടുക്കുന്നുണ്ടല്ലോ. ആ സമൂഹം റസൂൽ അടക്കം അള്ളാഹിനോട് ചോദിച്ചു പോയിട്ടുണ്ട്, അള്ളാഹുവേ
മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹു സഹായിക്കുക? എന്തൊരു പീഡനമാണിത്, എന്തൊരു പരീക്ഷണമാണിത് എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ പല പ്രവാചകന്മാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കം ചോദിച്ചു പോയൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു ചോദിക്കുന്നു, അങ്ങനെ സ്വർഗം എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ പ്രതിഫലം, മുസ്ലിങ്ങളായ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ, അവരെന്തൊക്കെ അമലുകൾ ചെയ്യുന്നുണ്ടോ, അവരെന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അതിന്റെ ഒക്കെ ലക്ഷ്യം സ്വർഗാണ്. ആ സ്വർഗം നിസ്കരിച്ചോടുന്ന് മാത്രം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കൃത്യമായി നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തത് കൊണ്ട് ലഭിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് ഖുർആന്റെ ചോദ്യം. ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, മുൻകാലഘട്ടങ്ങളിലെ സ്വർഗാവകാശികളായ സമൂഹങ്ങളും തലമുറകളും ഒക്കെ പോയത് ജീവിതത്തിൽ മസ്സത്ഹുമുൽ ബഅസ വദ്ദറ വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനൂ മഅ, ജീവിതത്തിൽ പ്രയാസം, പ്രതിസന്ധി, കഷ്ടപ്പാട്, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, എല്ലാ അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് അവർ സ്വർഗത്തിൽ പോകുന്നത്. അവര് പോയ സ്വർഗത്തിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ ആ അർത്ഥത്തിലുള്ള എല്ലാത്തിനെയും മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ഇന്നിനേക്കാൾ നല്ലൊരു നാളെ ഏത് സമയത്തും വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് ഗസയുടെ വിജയത്തിൽ നമുക്ക് സംശയമില്ല. ഈ വിജയവും പരാജയവും ഇസ്ലാമിക സമൂഹം വിലയിരുത്തുന്ന സ്കെയിലിലാണ് മാറ്റം വരുത്തേണ്ടത്. 60,000 ആളുകളെ കൊന്നതുകൊണ്ട് ഇസ്രായേൽ പോലും ഞങ്ങൾ വിജയിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. അതേസമയം ഈ പറയുന്ന കൗണ്ടിലെല്ലാം അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങൾ ഇന്ന് മ്ലേച്ഛമായിട്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ പീഡനങ്ങൾ കൊണ്ടോ പ്രയാസങ്ങൾ കൊണ്ടോ മനസ്സ് വേദനിച്ച് കാണുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവല്ലോ. ഈ സന്ദർഭങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ ഒരു തീരുമാനം വരുമ്പോൾ ഇതിലേറെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ കരിദിനമായി കാണുന്ന ദിവസങ്ങൾ, ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും വെറുക്കപ്പെട്ട സമയങ്ങളായി കാണുന്ന സമയങ്ങൾ, ഇതൊക്കെ എന്തിനായിരുന്നു എന്നതിന്റെ ആൻസർ വരുന്ന സമയത്താണ് ഇതെത്ര അതിമനോഹരമായിരുന്നു എന്ന് തോന്നുക എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. അത് വിശ്വാസികൾക്ക് മാത്രം സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളൊക്കെ ഇസ്രായേലുമായിട്ടുള്ള ചർച്ചകളിൽ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നത്, കഴിഞ്ഞ 658 ദിവസമായി നിങ്ങൾ നിരന്തരം വെപ്പൺസ് ഉപയോഗിച്ചിട്ടും എല്ലാ അർത്ഥത്തിലുള്ള ശക്തികൾ ഉപയോഗിച്ചുകൊണ്ടും അവിടുത്തെ ആൾബലം കുറയുന്നില്ല എന്നുള്ളതാണ്. അവസാനം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് രൂപീകരിക്കുന്ന സമയത്തുണ്ടായ സൈന്യത്തിന്റെ കൗണ്ടിന്റെ ഡബിൾ ഇന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ വീണ്ടും പുതിയൊരു ടീമിനെ അറേഞ്ച് ചെയ്തു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെടുക എന്നുള്ളത് ഏത് സ്കെയിൽ വെച്ചാലും, ഏത് കോണ് നോക്കിയാലും, ഏതർത്ഥത്തിലുള്ള നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാലും അതിന്റെ പരാജയത്തെ കണ്ടുപിടിക്കാൻ സാധ്യമേ ഇല്ല എന്ന് വിശ്വാസി സമൂഹം ഉറക്കെ പറയാൻ. ഇവിടെ ഞാൻ നിങ്ങളും ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ, വളരെ നമ്മുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് ആ സംഭവത്തെ അല്ലെങ്കിൽ ആ ചിത്രങ്ങളെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, പാല് കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള്, നല്ല ശരീരമുള്ള 7-8 വയസ്സുള്ള കുട്ടികള്, മാസങ്ങളായി ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ തന്റെ ഇന്റേണൽ ഓർഗാൻസിന്റെ എക്സ്റേ പോലും എടുക്കാൻ ആവശ്യമില്ലാത്ത രീതിയിൽ എല്ലുകൾ പുറത്തു കാണുന്ന രീതിയിൽ ശരീരം മാറിക്കൊണ്ടിരിക്കാൻ, പ്രായമുള്ള ആളുകളൊക്കെ മെഡിസിൻ കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കാൻ, വെള്ളം കിട്ടാത്തതിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കാൻ, വിശന്നുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ വിശപ്പ് തീർക്കാലോ എന്ന് പറഞ്ഞ് ക്യൂ നിന്നാലോ അവിടെ വെടിവെച്ച് മരണപ്പെടുകയാണ്. ഇങ്ങനെ പല അർത്ഥത്തിലും വളരെ ഭീകരമായി, അതിഭീകരമായ രീതിയിൽ രാവും പകലും കഴിച്ചു കൂട്ടുന്ന ഒരു സമൂഹം, അതെന്റെ സഹോദരന്മാരാണ്, എൻ്റെ സഹോദരിമാരാണ് എന്ന് പ്രഭാഷണത്തിന്റെ വരികൾക്കപ്പുറം പ്രിയപ്പെട്ടവര് സ്വന്തത്തിന്റെ ഹൃദയത്തിൽ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അത് തോന്നുക എന്നുള്ളതാണ് നമ്മുടെ ഉഹുവത്തിന്റെ, ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെ അതിമനോഹരമായ ഒരു നിലപാട് എന്ന് പറയുന്നത്. അത് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത്തരം വാർത്തകൾ എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്ന ഒന്നാണ് എന്നെനിക്ക് തോന്നണം. കിടന്നുറങ്ങാൻ പോകുമ്പം കുട്ടികൾ ശരീരത്തിലൊക്കെ കയറി കിടക്കുന്ന സമയത്ത്, അവര് നമ്മളുടെ കൂടെ കളിക്കുന്ന സമയത്ത് ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കണം. നമ്മുടെ കുട്ടികൾക്ക് അവരെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലെ അതിസുന്ദരമായ നിമിഷങ്ങളെ വളരെ മിനിമലൈസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആഘോഷങ്ങളെ വളരെ മിനിമലൈസ് ചെയ്തുകൊണ്ട്, നമ്മുടെ ആർഭാടങ്ങള് പരമാവധി കുറച്ചുകൊണ്ട്, ഇസ്രായേൽ എന്ന് പോലെയുള്ള സൂപ്പർ പവറുകളുടെ പ്രോഡക്ട്സുകളെ പൂർണ്ണമായും ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട്, ഏതൊക്കെ രീതിയിലാണോ എനിക്ക് ഗസയുടെ കുഞ്ഞുങ്ങളുടെ കൂടെ, ഗസയിലെ സ്ത്രീകളുടെ കൂടെ, ഗസയിലെ പുരുഷന്മാരുടെ കൂടെ, സൈന്യത്തിന്റെ കൂടെ എനിക്ക് എന്റെ നിലപാട് ഉറപ്പിക്കാൻ പറ്റുക, ഐക്യദാർഢ്യം പറയാൻ പറ്റുക, ആ എല്ലാ വശവും, എല്ലാ രീതിയിലും, എല്ലാ രൂപത്തിലും
ഓരോ ആളുകളും ചെയ്യുന്ന ഏതെങ്കിലും സംഘടനകളോ ഏതെങ്കിലും ആക്ടിവിസ്റ്റുകളോ ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല. ഒരു മൂവ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ ഞാനത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നമുക്ക് സാധിക്കണം. ഇനിയും ഇത് ഖുത്ബകളിലൂടെ പറയേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇനിയും ഇത്തരത്തിലുള്ള വിഷ്വലുകൾ കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ആ സമൂഹത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ചില ആയത്തുകളുടെ ലൈവായിട്ടുള്ള വ്യാഖ്യാനമാണ് ഗസ എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലാത്ത അർത്ഥത്തിൽ അവരിങ്ങനെ ഈമാനികപരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദിവസവും നൂറുകണക്കിന് പാഠങ്ങളും ഈമാനിന്റെ ബൂസ്റ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഗസയെ കാണുവാനും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പട്ടിണി മൂലം ദാരിദ്ര്യം മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കണക്കുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാധനങ്ങൾ കിട്ടാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അരി വാങ്ങാനും പഞ്ചസാര വാങ്ങാനും ഓയിൽ വാങ്ങാനും ഒക്കെ സാധാരണയുടേതിനേക്കാൾ 6, 7, 8 ഇരട്ടി പൈസ വളരെ കൂടുതലായിക്കൊണ്ട് ജീവിത ചെലവുകളും ഒരു ഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഏത് കോണിലും ലോക ചരിത്രത്തിൽ ഒരു സമൂഹം അനുഭവിക്കാത്ത രീതിയിൽ ഏറ്റവും അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഹെല്ലാണ്, അതൊരു നരകമാണ് എന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ അത് നിരന്തരമായിട്ട് ഉണ്ടാകണം പ്രിയപ്പെട്ടവര്. ഒറ്റക്കുള്ള പ്രാർത്ഥനയിൽ അത് ഉണ്ടാകണം. നമ്മുടെ മക്കളോട് അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ബോധവൽക്കരണം കുടുംബത്തിലടക്കം നമ്മൾ നടത്തണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്താണ് ഈ സംഭവം എന്ന് പോലും അറിയാതെ ആരൊക്കെയോ അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നു, ആരൊക്കെയോ പ്രതികൂലിച്ചുകൊണ്ടിരിക്കുന്നു, കൃത്യമായ ബോധവൽക്കരണം കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കൂടിയാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു ആ പ്രദേശത്തെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമുള്ള ഒരു നഗരമായി അള്ളാഹു എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവർക്ക് ഈമാനും സബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശുഹദാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നിലവിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യം, പട്ടിണി, പ്രയാസം എല്ലാം മാറ്റി സന്തോഷമുള്ള രാവും പകലും അവർക്ക് എല്ലാവർക്കും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ നമുക്ക് നൽകുന്ന ഒട്ടനവധി പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാനും നാളെ അള്ളാന്റെ മുന്നിൽ അതിന് ഉത്തരം പറയേണ്ട ആളുകളിൽ പെടാതിരിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുഴുവൻ കൽപ്പനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു അറിയിപ്പുള്ളത്, കേരളക്കരയിൽ കേരള മലയാള സാഹിത്യത്തിൽ ഏറ്റവും പ്രസിദ്ധമായ വാരികയാണ് പ്രബോധനം വാരിക എന്ന് പറയുന്നത്. കേരള സമൂഹത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രാഷ്ട്രീയ രംഗത്തും കൃത്യമായ നിലപാടുകൾ ഈ സമൂഹത്തോട് വളരെ ശബ്ദത്തിൽ ഉറച്ച് പറയുന്ന വരികളാണ് പ്രബോധക വാരികയുടെ ഓരോ ലേഖനങ്ങളിലൂടെയും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സ്ഥിരമായി ആ വാരിക വീട്ടിൽ എത്താത്തവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുവാനും അതിൽ വരി ചേർക്കുവാനുള്ള അവസരം ജുമാക്ക് ശേഷം പള്ളിയുടെ പുറത്ത് നടക്കുന്നുണ്ട്. എല്ലാവരും പരമാവധി അതിൽ സഹകരിക്കണം എന്ന് ഉറപ്പെടുത്തുകയാണ്. അള്ളാഹു നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും ജീവിതത്തിന്റെ അവസാനം വരെ ഈമാനോടുകൂടി ജീവിക്കുവാനും മരിക്കുന്ന സമയം ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മിൽ നിന്ന് മൺമറഞ്ഞ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.